അപ്പോൾ ക്രീം ചീസ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 1/2 ലിറ്റർ പാൽ തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇത് നല്ലതുപോലെ ഒന്ന് തിളച്ച് വരണം. അതിന് ശേഷമാണ് നമ്മളിത് ചീസാക്കി മാറ്റുന്നത്. അപ്പോൾ പാലിവിടെ നന്നായി തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഒന്ന് കുറച്ച് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതിൽ തിളച്ച് പതഞ്ഞ് വന്നതൊന്ന് താഴ്ന്ന് വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇത് നന്നതുപോലെ താഴ്ന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ ഒരു 3 ടീസ്പൂൺ ചെറുനാരങ്ങ നീര് ചേർത്ത് കൊടുക്കുകയാണ്. ചെറുനാരങ്ങ നീരിന് പകരം നമുക്ക് വിനാഗിരിയും ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് കുറേശ്ശെ ആയിട്ട് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഈ പാല് പിരിഞ്ഞ് വരാൻ തുടങ്ങും. നന്നായി അങ്ങ് പിരിഞ്ഞിട്ട് വെള്ളം വേറെ അതിനകത്തുള്ള ബാക്കിയുള്ള പോർഷൻസ് പ്രോട്ടീൻസൊക്കെ അത് വേറെ ആയിട്ട് വരുന്നത് വരെ നമ്മളിത് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് അടുപ്പിൽ വെച്ചിട്ട് തന്നെ ചെയ്തുകൊണ്ടിരിക്കണം. തീ ഓഫാക്കിയിട്ട് ചെയ്യരുത്. കുറേശ്ശെ ആയിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു 1-2 തവണ കുറേശ്ശെ ഒഴിച്ച് കൊടുക്കുമ്പോഴേക്ക് തന്നെ ഇത് നല്ലതുപോലെ പിരിഞ്ഞ് വരും. അപ്പോൾ ഞാനിത് 3 ടീസ്പൂൺ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഏതാണ്ട് തന്നെ നന്നായി പിരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ വെള്ളം ഒരു ഇളം മഞ്ഞ നിറത്തിൽ പാലിനകത്തുള്ള വെള്ളം വേറെ ആയിട്ട് മാറി വരും. അപ്പോൾ ഇത് ശരിക്കും അങ്ങ് പിരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് പാല്. ഇനി നമ്മൾ ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്കിത് ഒന്ന് അരിച്ചെടുക്കണം. അപ്പോൾ ഇതിനകത്ത് നമ്മൾ കാണുന്നുണ്ടല്ലോ, ആ പാലിൻ്റെ ആ വൈറ്റ് കളറിലുള്ള ഭാഗം ഫുള്ള് വേറെയും അതുപോലെ ആ വെള്ളം വേറെ ആയിട്ട് മാറിയിട്ടുണ്ട്. ഈ ഒരു ടെക്സ്ചറാണ് നമുക്ക് വേണ്ടത്. ഇപ്പോൾ ഞാനിത് അരിച്ചെടുക്കാനായിട്ട് ഒരു പാത്രത്തിൻ്റെ മുകളിൽ ഒരു അരിപ്പ് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് നമ്മളൊരു നല്ല വൃത്തിയുള്ള ഒരു തോർത്ത് അല്ലെങ്കിൽ ചീസ് ക്ലോത്ത് ഉള്ളവരാണെങ്കിൽ ചീസ് ക്ലോത്ത് വെച്ച് കൊടുക്കാം. അപ്പോൾ എൻ്റെ അടുത്ത് ചീസ് ക്ലോത്ത് ഇല്ല, അതുകൊണ്ട് ഞാൻ ഒരു ക്ലീൻ ആയിട്ടുള്ള തോർത്താണ് വെച്ചിട്ടുള്ളത്, തോർത്തുമുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ ഈ നേരത്തെ പിരിച്ച് വെച്ചിട്ടുള്ള ആ പാല് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊരു 10 മിനിറ്റ് ഒന്ന് ഇങ്ങനെ തന്നെ ഒന്ന് റെസ്റ്റ് ചെയ്യുക. ഇത് ചൂടോടെ തന്നെ ഇങ്ങനെ ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ ഇതൊരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഒരു മിക്സിയുടെ അല്ലെങ്കിൽ ഒരു ഫുഡ് പ്രോസസ്സറിലേക്കോ എന്തിലേക്കെങ്കിലും ഒന്ന് എടുത്തിട്ട് ഒന്ന് നന്നായി ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഞാനിതൊരു മിക്സിയുടെ ജാറിലേക്കാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് നന്നായി ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഞാനിതിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് റെഡി ആയിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കാം. പക്ഷേ ഇത് റെഡി ആയിട്ടില്ലെന്ന് പൊടിഞ്ഞ് വന്നിട്ടേ ഉള്ളൂ. അപ്പോൾ ഞാനിതിലേക്ക് നേരത്തെ ഉപ്പ് ചേർക്കാൻ മറന്നു പോയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഒരു നുള്ളു ഉപ്പ് കൂടെ ചേർത്തിട്ട് സൈഡിലുള്ളതൊക്കെ ഒന്ന് താഴേക്കാക്കി കൊടുത്ത് ഒന്നുകൂടെ ഒന്ന് അരച്ചെടുക്കുക. ഒരു നുള്ളു ഉപ്പ്, ഒരു നുള്ളു എന്ന് പറയുമ്പോൾ ഒരു ചെറിയൊരു നുള്ളു ചേർത്താൽ മതി, വളരെ കുറച്ച്. ഇനി ഇതൊന്നുകൂടെ ഒന്ന് നമുക്കൊന്ന് നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കണം. ഞാനിത് സെക്കൻഡ് റൗണ്ട് അടിച്ചെടുത്തതാണ്, പക്ഷേ ഇത് അത്രയ്ക്ക് അങ്ങ് പേസ്റ്റ് ആയിട്ടില്ല, അതുകൊണ്ട് കുറച്ചധികം ഡ്രൈ ആയി പോയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ ചേർത്തിട്ടുള്ള നമ്മൾ അരിച്ച് മാറ്റി വെച്ചിട്ടുള്ള വെള്ളത്തിൽ നിന്ന് ഒരല്പം കൂടെ ചേർത്തിട്ട് ഞാൻ ഒന്നുകൂടെ അരിച്ചെടുക്കുന്നുണ്ട്. ഇത് കുറച്ച് ചേർത്താൽ മതി, ഒരു ടീസ്പൂണോ അല്ലെങ്കിൽ 1.5 ടീസ്പൂണോ ഒക്കെ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾ ആ ഒരു ടെക്സ്ചർ കിട്ടാൻ എത്ര ചേർക്കണോ അത്രയും ചേർത്താൽ മതി. ഫസ്റ്റ് ടൈമിൽ അരച്ചെടുക്കുന്ന സമയത്ത് തന്നെ അങ്ങനെ റെഡിയായിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ പിന്നെ എക്സ്ട്രാ ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇതിവിടെ ഒരു നല്ലൊരു ടെക്സ്ചറിൽ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഒരു ക്രീമി ആയിട്ടുള്ള നമ്മളെ ചീസിൻ്റെ ആ ഒരു രൂപത്തിൽ തന്നെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മളിതൊന്ന് വിരലിലിങ്ങനെ എടുത്തു കഴിഞ്ഞാൽ വളരെ ക്രീമായിട്ട് നമുക്കിങ്ങനെ സ്മൂത്തായിട്ടിരിക്കണം.
അപ്പോൾ ആ ഒരു ടെക്സ്ചറിലെത്തുമ്പോൾ നമുക്ക് ഇത് ഒരു പാത്രത്തിനകത്തേക്ക് മാറ്റിയിട്ട് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷം നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ നിങ്ങളൊക്കെ ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അറിയാവുന്നവരാണെങ്കിൽ ചെയ്യേണ്ട, അറിയാത്തവർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.